ടോം ഹോളണ്ട് ടൈറ്റിൽ റോൾ അഭിനയിച്ച സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണയും നമ്മുടെ വിന്റേജ് മുതലാളിയോടൊപ്പമാണ് സിനിമയ്ക്ക് പോയത്. സിനിമ കാണാനായിട്ട് ഇപ്പോഴും നമ്മൾ ചൂസ് ചെയ്തത് ദ വൺ ആൻഡ് ഓൺലി ഏരീസ് പ്ലെക്സ് SL സിനിമാസ് ആണ്. ഇതൊരു 3D സിനിമ ആയതുകൊണ്ട് 3D ഗ്ലാസസിന് സെപ്പറേറ്റ് ഒരു ടിക്കറ്റും കൂടെ തന്നു. 3D ഗ്ലാസ് ഒന്നിന് 30 രൂപയാണ് റേറ്റ്. 3D ഗ്ലാസ് ഒക്കെ വെച്ചപ്പോ എന്റെ കോല ഇങ്ങനെയായിരുന്നു. പക്ഷെ മുതലാളി മാസായിരുന്നു കേട്ടോ. ഇനി സിനിമയിലേക്ക് വരാം. ഡസ്റ്റിൻ ക്രേറ്റൻ സംവിധാനം ചെയ്ത ഒരു സൂപ്പർ ഹീറോ മൂവിയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. ടോം ഹോളണ്ട് ആണ് ഇതിൽ പീറ്റർ പാർക്കറിന്റെയും സ്പൈഡർമാന്റെയും വേഷം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ പല ക്യാരക്ടേഴ്സിനെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ പാർട്ട് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് തന്നെയാണ് സിനിമയ്ക്കുള്ളത്. ഇതിലെ സ്റ്റണ്ട് സീനുകളൊക്കെ നല്ല നിലവാരം പുലർത്തുന്നതാണ്. സ്പൈഡർമാന്റെ കുറെ നല്ല ഫ്രെയിമുകൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. വിഷ്വൽസ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ഒരു വിഷ്വൽ സ്പെക്ടാക്കിൾ എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും പറഞ്ഞു കേട്ട ഹൈപ്പിനോളം വലിയ മൂവി ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക വലിയ സ്റ്റോറി ഒന്നുമില്ല. എന്നിരുന്നാലും വിഷ്വൽസ് കൊണ്ടും ടെക്നിക്സ് കൊണ്ടും നല്ല നിലവാരം ഈ സിനിമ പുലർത്തുന്നുണ്ട്. ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ വേഷമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ എന്റെ എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ ടോബി മെഗ്വയറിന്റെ ആ പഴയ സ്പൈഡർമാൻ ആണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും കൊടുക്കാതിരുന്നാൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിനിമ തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ. അപ്പൊ എന്തായാലും വീഡിയോ ഇന്നത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ബൈ.